സഹാബത്ത് വന്നത് ഇന്ത്യയിലെ കേരളത്തിലാണ് അല്ലേ? കേരളത്തിൽ സഹാബത്ത് വന്നിട്ട് ഏറ്റവും ആദ്യമായി ഇന്ത്യയിലെ പള്ളി കൊടുങ്ങല്ലൂരത്തെ പള്ളിയാണ്. ആണോ? അങ്ങനെ ആയിരിക്കെ ഈ സഹാബത്ത് ഇവിടെ വന്നു. കേരളവുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നവരാണ് അറബികൾ. ഈ അറബികൾ എന്ത് ചെയ്യുന്നുണ്ട്? അന്ന് കേരളത്തിൽ വ്യാപാര ബന്ധത്തിന് വന്നപ്പോഴാണ് ആ വന്ന അറബികൾ എന്ത് ചെയ്യും? താൽക്കാലികമായി വിവാഹം കഴിക്കുകയും കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുക? ഒരു ജീവനാംശം എന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള എന്ത് ചെയ്തു? ഇതും വസ്തുവകളും കൊടുത്തിട്ട് ആ പെണ്ണിനെ ഒഴിവാക്കി പോവുകയും ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് കൊടുത്ത പേരാണ് പുതിയാപ്പള എന്നുള്ളത്. ഇന്നും നിങ്ങൾ എന്ത് ചെയ്യുക? ചെന്ന് കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തൊക്കെ ധാരാളമായി കാണാം. എന്താ? അറബികൾ പണ്ട് ഈ രാജ്യവുമായി വലിയ ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധമുള്ള അറബികൾക്ക് മലയാളം അറിയില്ലായിരുന്നു എന്ന് പറയാനൊക്കില്ല. മലയാളം അറിയില്ല. ഇവിടെ വന്നിട്ട് ആശയവിനിമയം നടത്തി എങ്ങനെയാണ്? ഒരു പൊട്ടന്മാരാരും ചൂണ്ടിക്കാണിക്കായിരുന്നു ഇവിടെ. ഈ അറബികൾ ഇവിടെ വന്ന്, സഹാബത്ത് ഇവിടെ വന്ന്, മാലിക് ദീനാറും കൂട്ടർ ഇവിടെ വന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. ആ പ്രബോധനം ഇവിടെ നടന്ന് അങ്ങനെ നടന്നപ്പോൾ കൊടുങ്ങല്ലൂർ പള്ളി അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ ഉണ്ട്. 1400 വർഷമുണ്ട്. ഈ കൊടുങ്ങല്ലൂരത്തെ ജുമാഅത്ത് പള്ളിയിൽ എന്തെങ്കിലും മലയാളത്തിൽ കുത്തുബോധിയതായിട്ട് ഒരു ചരിത്രമുണ്ടോ? ഏതെങ്കിലും കാലഘട്ടത്തിൽ? ഇന്നിപ്പോ 1400 വർഷമായെങ്കിൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇസ്ലാം മതം എത്തിയ കൊടുങ്ങല്ലൂർ പള്ളിക്ക് അത്ര തമിഴക്കൊണ്ടാവില്ലേ? 14 നൂറ്റാണ്ട് കാലമായി എന്ത് ചെയ്യാ മസ്ജിദ് അവിടെ നിൽക്കുന്നുണ്ട്. ആ പള്ളിയിൽ ഒരിക്കലെങ്കിലും ആരെങ്കിലും മലയാള ഭാഷയിൽ കുത്തുബോധിയിട്ടുണ്ടോ? ഇത് ചിന്തിച്ച ഈ വഹാബി പള്ളികളിൽ ഈ കാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മീറ്റിങ്ങും പ്രസംഗവും മീറ്റിങ്ങും നടക്കൂ? അവർക്ക് ബോധമുണ്ടോ? അവർ തന്നെ എഴുതിയിട്ടില്ലേ? ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൊച്ചിയിൽ മട്ടാഞ്ചേരി പള്ളിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റവും ആദ്യമായി ഇവർ കുത്തുബ പരിഭാഷപ്പെടുത്തിയെന്ന് ഇവർ തന്നെ എഴുതുന്നുണ്ട്. പരിഭാഷപ്പെടുത്താൻ ഒരാളെ കിട്ടാഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്നിട്ടായിട്ട് ഒരു മൗലവിനെ കൊണ്ടുവന്നാണ് എന്ത് ചെയ്തത്? കുത്തുബ പരിഭാഷപ്പെടുത്തിയത്. എവിടെ? കേരളത്തിൽ ആദ്യമായി കൊച്ചിയിലെ മട്ടാഞ്ചേരി പള്ളിയിൽ. ലോകത്ത് തുർക്കിയിൽ കമാൽ ഭാഷ അധികാരത്തിൽ വരുന്ന കാലം വരെ എവിടെയും ഖുതുബയ്ക്ക് അറബി അല്ലാത്ത ഭാഷ ഉപയോഗിച്ചായിട്ട് അറിഞ്ഞിട്ടില്ല. മുസ്തഫ കമാൽ ഭാഷ എന്ന് പറയുന്നു വന്നപ്പോ അവന്റെ ഭാഷ ജുമാ ഖുതുബയിൽ ഓതണമെന്നും ആ ഭാഷയിൽ ഖുതുബ വായിക്കണമെന്നും ഇവൻ ഭരണാധികാരി എന്ന നിലയിൽ എന്ത് നിർബന്ധിച്ചപ്പോൾ അന്നത്തെ പള്ളികളിൽ ഇമാമിങ്ങൾ അത് വായിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നല്ലാതെ ലോകത്തെവിടെയും ഇതുണ്ടായിട്ടില്ല. എന്നിട്ട് എല്ലാ പള്ളികളിലും ഖുതുബ മലയാളത്തിൽ ഓതുക, മനസ്സിലാവേണ്ട ഭാഷയിലാവണമെന്ന് പറയാ, ആൾക്കാരെ പറ്റിക്കുക, ഇതിന്റെ പുറകെ കുറെ ആൾക്കാർ കൂടി കൊടുക്കുക.